ബ്രഹ്മാണ്ടത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ സിംഹാസനത്തിന് സമീപം പ്രകാശവും ശക്തിയും നിറഞ്ഞൊരു സൈന്യം. അവരുടെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ നാമത്തിൽ യുദ്ധം ചെയ്തൊരു മാലാഖ. അവന്റെ പേര് മിഖായേൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ നാം അറിയാൻ പോകുന്നത് ഒരു സാധാരണ മാലാഖയെക്കുറിച്ചല്ല. സ്വർഗത്തിന്റെ സൈന്യാധിപൻ, സാത്താനെ നേരിട്ട് വെല്ലുവിളിച്ച യോദ്ധാവ്, ദൈവജനത്തെ സംരക്ഷിക്കുന്ന രക്ഷകൻ മിഖായേൽ മാലാഖയെക്കുറിച്ചാണ്. ബൈബിൾ പറയുന്നത് പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ മാലാഖമാരെ സൃഷ്ടിച്ചു. അവർക്ക് ശരീരമില്ല, പക്ഷേ ശക്തിയുണ്ട്. അവർക്ക് മരണമില്ല, പക്ഷേ ഉത്തരവാദിത്വമുണ്ട്. മാലാഖമാരിൽ പലതരമുണ്ട്. സെറാഫീം, കെരൂബീം, ആർക്ക് ഏഞ്ചൽസ്. ഏറ്റവും ശക്തനായ ഒരു ആർക്ക് ഏഞ്ചൽ അതാണ് മിഖായേൽ. മിഖായേൽ എന്ന പേരിന്റെ അർത്ഥം മീഖായേൽ എന്ന പേര് ഹീബ്രു ഭാഷയിൽ നിന്നുള്ളതാണ്. മിഖായേൽ അർത്ഥം ദൈവത്തോട് തുല്യനാരാണ്. ഇത് ഒരു ചോദ്യം മാത്രമല്ല, ഒരു വെല്ലുവിളിയാണ്. അഹങ്കാരം ഉയർന്നിടത്ത് ഈ പേര് മുഴങ്ങും. ലൂസിഫറിന്റെ വീഴ്ച. ഒരിക്കൽ സ്വർഗത്തിൽ ഏറ്റവും മനോഹരനായ ഒരു മാലാഖ ഉണ്ടായിരുന്നു. അവന്റെ പേര് ലൂസിഫർ, പ്രകാശത്തിന്റെ മാലാഖ. പക്ഷേ അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം വളർന്നു. ഞാൻ ദൈവത്തോട് തുല്യനാക്കും എന്നവൻ ചിന്തിച്ചു. സ്വർഗത്തിൽ കലാപം തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ ഒരു ശബ്ദം ഉയർന്നു. ദൈവത്തോട് തുല്യനാരുണ്ട്? അത് മിഖായേൽ ആയിരുന്നു. സ്വർഗത്തിലെ മഹായുദ്ധം. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ മാലാഖമാരും ലൂസിഫറിനെതിരെ യുദ്ധം ചെയ്തു. ഇത് വാളുകളുടെ യുദ്ധമല്ല, ശക്തിയുടെ, വിശ്വാസത്തിന്റെ, അനുസരണത്തിന്റെ യുദ്ധമായിരുന്നു. ലൂസിഫർ തോറ്റു. അവനെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് തള്ളപ്പെട്ടു. അവിടെ മിഖായേൽ വിജയിയായി നിന്നു, ദൈവജനത്തിന്റെ രക്ഷകൻ. ബൈബിളിലെ ദാനിയേൽ പുസ്തകം പറയുന്നു, നിന്റെ ജനത്തെ സംരക്ഷിക്കുന്ന മഹാപ്രഭു മിഖായേൽ. മിഖായേൽ ഒരു വ്യക്തിയുടെ മാലാഖയല്ല, അവൻ ദൈവജനത്തിന്റെ കാവൽക്കാരൻ. യുദ്ധങ്ങൾക്കിടയിൽ, ദുരിതങ്ങൾക്കിടയിൽ അദൃശ്യമായി അവൻ നിലകൊള്ളുന്നു. മോശയുടെ ശരീരത്തിനുള്ള തർക്കം. യൂദാ ലേഖനത്തിൽ ഒരു രഹസ്യ സംഭവം പറയുന്നു. മോശ മരിച്ചപ്പോൾ അവന്റെ ശരീരത്തെക്കുറിച്ച് സാത്താനും മിഖായേലും തമ്മിൽ വാദമുണ്ടായി. അവിടെ പോലും മിഖായേൽ അഹങ്കരിച്ചില്ല. അവൻ പറഞ്ഞ്, കർത്താവ് നിന്നെ ശാസിക്കട്ടെ. അത് അവന്റെ സ്വഭാവം കാണിക്കുന്നു. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് വീണ്ടും മിഖായേൽ എഴുന്നേറും. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി അവൻ നിലകൊള്ളും. അന്ധകാരം കൂടുമ്പോൾ പ്രകാശം ഇനിയും ശക്തമാകും. സമാപനം. മിഖായേൽ ഒരു കഥ മാത്രമല്ല, അവൻ ഒരു സന്ദേശമാണ്. അഹങ്കാരത്തിന് എതിരെ വിനയം, ദുഷ്ടതയ്ക്ക് എതിരെ വിശ്വാസം, ഭയത്തിന് എതിരെ ദൈവശക്തി. അവന്റെ പേര് ഇന്നും ചോദിക്കുന്നു, ദൈവത്തോട് തുല്യനാരുണ്ട്? ഉത്തരം ഒന്നേയുള്ളൂ, ആരുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രീയ വീഡിയോകൾക്കായി ചാനൽ പിന്തുടരൂ.